സർ, തിരുപ്രംകുൻട്രം ക്ഷേത്രത്തിലെ ദീപത്തൂൺ തെളിയിക്കുന്നതുമായി ബന്ധപ്പെട്ട് വളരെ വലിയ വിവാദമാണ് ഉണ്ടായത്. അപ്പോൾ കേരളത്തിലാണെങ്കിൽ ഇത്തരത്തിൽ നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ശബരിമലയാണ് ഈ ഹൈന്ദവ വിരോധികളുടെ ഒരു ലക്ഷ്യം എന്ന് പറയുന്നത്. ശബരിമലയെ എങ്ങനെയും തകർക്കണം. അത്തരത്തിലാണ് തമിഴ്നാട്ടില് ഈ പറയുന്ന തിരുപ്രംകുൻട്രം എന്ന് പറയുന്ന ക്ഷേത്രത്തിലെ ദീപത്തൂൺ തെളിയിക്കുന്നത്. ദീപത്തൂൺ തെളിയിക്കാൻ പറ്റില്ല എന്ന് പറയുന്നത് തന്നെ ആ ക്ഷേത്രത്തെ അവിടെ ഇല്ലാതെയാക്കാനാണ് എന്നാണ് മനസ്സിലാക്കുന്നത്. അപ്പോൾ DMK സർക്കാരും ഇവിടെ പിണറായി വിജയൻ സർക്കാരുമൊക്കെ ഒരു ഹിന്ദു മുന്നേറ്റം തടയുക എന്നുള്ള രീതിയിലേക്കുള്ള കാര്യങ്ങൾ, അപ്പൊ ഇവരെ ഒന്നിക്കുന്ന ഒരു സഖ്യം എന്ന് പറയുന്നത് ഇന്ത്യ മുന്നണിയാണല്ലോ. അപ്പൊ ഈ സഖ്യത്തിന് പൂർണ്ണമായിട്ടും ഒരു ഹിന്ദു വിരുദ്ധ മുന്നേറ്റമാണ് അവർ ലക്ഷ്യം വെക്കുന്നത്. ഹിന്ദുക്കൾ മുന്നേറാൻ പാടില്ല. എന്തിനാണ് ഇത്രത്തോളം വാശി? ക്ഷേത്രങ്ങളെയൊക്കെ തകർക്കണം എന്നുള്ള വാശി? അല്ല, അത്തരം ഒരു വാശിക്ക് സാധ്യതയുണ്ട്. അതിന് കാരണം ഇപ്പോൾ തിരുപ്പുറംകുണ്ട്രം തന്നെ നല്ല ഒരു ഉദാഹരണമാണ്. അവിടെ സാധാരണ ഇതിൽ കാർത്തിക വിളക്കിനാണ് വിളക്ക് വയ്പുണ്ടാവുക. ഇത് തമിഴ്നാടിനെ സംബന്ധിച്ച് ഒരു പരിധിവരെ കേരളത്തെ സംബന്ധിച്ചൊക്കെ തന്നെ മുരുകൻ്റെ പ്രാധാന്യം വളരെ വലുതാണ്. ആ മുരുക ക്ഷേത്രത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാർത്തികേയൻ എന്ന് വിളിക്കപ്പെടുന്ന കാർത്തികേയൻ എന്ന മറ്റൊരു പര്യായം മുരുകൻ്റെ, ഈ കാർത്തികേയൻ്റെ നാളായിരിക്കുന്ന കാർത്തിക ദിവസം വിളക്ക് വയ്ക്കുക എന്നുള്ളത് ഒരു പവിത്രമായിട്ടുള്ള വസ്തുതയാണ്. അങ്ങനെ വിളക്ക് വയ്ക്കുന്ന ആ വിളക്ക് വയ്പ് ചില ആളുകൾ, അവിടുത്തെ ജില്ലാ കളക്ടർ അടക്കമുള്ള ആളുകളെ തടസ്സപ്പെടുത്താൻ വേണ്ടി ശ്രമിച്ചു. ആ സമയത്താണ് അവിടെയുള്ള ബന്ധപ്പെട്ട ആളുകൾ അവിടെ കോടതിയെ സമീപിച്ചു. ആ കോടതി ഹൈക്കോടതി അതിന് അംഗീകാരം കൊടുത്തു. ആ ഹൈക്കോടതി അംഗീകാരം കൊടുത്ത സമയത്താണ് ഇതിനകത്ത് പ്രധാനമായിട്ടുള്ള ഇന്ത്യ മുന്നേ അടക്കമുള്ള ആളുകൾ ഇടപെടുന്ന ആ സമയത്താണ്. ആ സമയത്ത് ഇടപെട്ടിട്ട് ലോക്സഭയുടെ സ്പീക്കറായിരിക്കുന്ന സ്പീക്കർക്കൊരു നിവേദനം കൊണ്ട് കൊടുത്തു. 115 MP അതിനകത്ത് ഒപ്പിട്ടത്. അതിനകത്ത് നമ്മുടെ ഈ വയനാട്ടിൽ നിന്ന് പോയിട്ടുള്ള ആ ചേച്ചിയൊക്കെ ഉണ്ട്, പ്രിയങ്ക ഗാന്ധി. ആ പ്രിയങ്ക ഗാന്ധിയൊക്കെ അതിനകത്തുണ്ട്. അവർക്ക് ഒപ്പിട്ടിട്ടുണ്ട്. അതിനകത്ത് അവരൊക്കെ ഒപ്പിട്ടിരിക്കുന്നത് എനിക്ക് തോന്നുന്നു പലപ്പോഴും അവരെ സംബന്ധിച്ച് തിരിച്ചറിഞ്ഞൂടാ. അവർക്ക് കാർത്തിക വിളക്ക് എന്താണ്, ഈ മറ്റേ കാട്ടുകോഴിക്ക് എന്ത് ചങ്ങരാന്തി എന്ന് പറയുന്ന മാതിരിയാ പ്രിയങ്ക ഗാന്ധിയെ സംബന്ധിച്ചതൊക്കെ ഉള്ളത്. അവർക്ക് കാർത്തിക വിളക്കിൻ്റെ പ്രാധാന്യം അറിയില്ല, അവർക്ക് മുരുകൻ്റെ പ്രാധാന്യം അറിയില്ല, അവർക്ക് കേരളത്തിൻ്റെ പ്രാധാന്യം അറിയില്ല, അവർക്ക് തമിഴ്നാടിൻ്റെ പ്രാധാന്യം അറിയില്ല. അവർക്ക് ആകെ അറിയാവുന്ന ഒറ്റ വിഷയം മാത്രമേ ഉള്ളൂ. ഇപ്പോൾ അവർ തന്നെയാണ് ഇന്ത്യൻ പാർലമെൻറ്റിൽ എത്തിയിട്ട് അവർ ആദ്യത്തെ പ്രസംഗമുണ്ട്. ആ പ്രസംഗത്തിൽ അവർ പറഞ്ഞത് ഹിമാചൽ പ്രദേശിലെ പ്രശ്നങ്ങൾ അവതരിപ്പിച്ചത്. ആരാ ഹിമാചൽ പ്രദേശിൽ ഭരിച്ചുകൊണ്ടിരിക്കുന്നവരാ? കോൺഗ്രസ് ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ പറയുന്ന സ്ത്രീയെ സംബന്ധിച്ച് ഒരു വിവരമില്ലാത്ത തനി മന്ദബുദ്ധിയാണ്. ഈ തരം ചില ആളുകളാണ് അവിടെ പോയിട്ട് 115ഓളം വരുന്ന MP ഒന്നിച്ചു ചേർന്ന് കോൺഗ്രസിൻ്റെയും അതേപോലെ തന്നെ DMKയുടെ നേതൃത്വത്തിൽ അവിടെ പോയിട്ട് ലോക്സഭാ സ്പീക്കർക്ക് നിവേദനം കൊടുക്കുകയാണ്. കാരണം ആവശ്യം ഒരു പ്രധാനമായിട്ട് നടക്കാത്തൊരാവശ്യമാണ്. അവിടുത്തെ ഹൈക്കോടതി ജഡ്ജിയെ ഇംപീച്ച് ചെയ്യണം. എന്താ ഇംപീച്ച് ചെയ്യാനുള്ള ആവശ്യം? എന്താ? കാർത്തിക ദീപം തെളിയിക്കാൻ വേണ്ടിയിട്ട് അദ്ദേഹം പറഞ്ഞു. ഇത് അദ്ദേഹം കൊണ്ടുവന്ന നിയമമാണോ? 1923 ചരിത്രത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് അദ്ദേഹത്തിൻ്റെ കോടതി വിധിയുള്ളത്. എന്ന് വെച്ചാൽ മിനിമം 102 വർഷമായിട്ട് നിരന്തരമായിട്ട് എല്ലാ വർഷവും കാർത്തിക ദീപം തെളിയിക്കുന്നുണ്ട്. ഈ പറയുന്ന കാർത്തിക ദീപം തെളിയിക്കുന്ന മല അതിന് സിക്കന്ദർ മലയാക്കാൻ വേണ്ടി ഉദ്ദേശിക്കുന്നു എന്നൊക്കെയാണ് പറയുന്നത്. അങ്ങനെ ചില ഉദ്ദേശങ്ങളൊക്കെ അതിനെ സംബന്ധിച്ചുണ്ട്, അതിൻ്റെ ചില ആളുകളെ സംബന്ധിച്ചുണ്ട്. ഈ തരത്തിൽപ്പെട്ട പല പരിപാടികൾക്കും മുൻതൂക്കം കൊടുക്കുന്ന, പിന്തുണ കൊടുക്കുന്നതിൽ ഇന്ത്യ മുന്നണി വലിയ പങ്കാണ് വഹിക്കുന്നത്. കാരണം അവർ പലപ്പോഴും വഹിച്ചുകൊണ്ടിരിക്കുന്നത് അവരൊരു ഹിന്ദു വിരുദ്ധ സമീപനമാണ്. അതിപ്പോൾ അവിടുത്തെ മാത്രമല്ല, അവർ നമ്മളിപ്പോൾ അയോധ്യയിൽ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അയോധ്യ ക്ഷേത്രം പൊളിച്ചിട്ട് അവിടെ ബാബറി മസ്ജിദ് പണിയണമെന്ന് ആവശ്യപ്പെടുന്നവരാണ് അവർ. ബാബർ ആരാ? അഫ്ഗാനിസ്ഥാൻ എന്ന് വന്നിട്ടുള്ള ആള്. ഏതാ വംശയുടെ? തൈമൂർ വംശം. എന്താ തൈമൂർ വംശത്തിൻ്റെ പ്രത്യേകത എന്താ? അയാൾ മുസ്ലിമാണോ? അല്ലല്ലോ. മറിച്ച് അയാൾ മരിച്ച മനുഷ്യൻ്റെ തലയോട്ടിയിൽ നിന്ന് മദ്യം സേവിക്കുന്ന ആളുകളാണ് തൈമൂർ വംശക്കാർ. സോവിയറ്റ് റഷ്യയാണ് അവരുടെ കേന്ദ്രം. ആ സ്ഥലത്ത് വന്നിട്ടിരിക്കുന്ന ബാബറുടെ സ്മാരകം പണിയാൻ വേണ്ടിയിട്ട് ശ്രമം നടത്തുന്ന ആളുകളാണ് പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു അടക്കമുള്ള, ഇന്ദിരാഗാന്ധി അടക്കമുള്ള, കോൺഗ്രസിന് രാഹുൽ ഗാന്ധി അടക്കമുള്ള കോൺഗ്രസിന് മുഴുവൻ നേതാക്കന്മാരും എങ്ങനെയാണ്? അവരാവശ്യം ബാബറി മസ്ജിദ് സ്ഥാപിക്കണം എന്നുള്ളതാണ്. വിദേശിയുടെ സ്മാരകം സ്ഥാപിക്കണം എന്നാണ് അവരാവശ്യം. അത് കേരളത്തിലേക്ക് വന്നാലും എങ്ങനെയാണ്? കേരളത്തിൽ ഇവിടെ ശബരിമലയുണ്ട്. ഈ ശബരിമല ക്ഷേത്രത്തിൻ്റെ തീവയ്പ് സംഭവം ഉണ്ടാകുന്ന 1950കളിലാണ്. അന്ന് വന്നത് നമ്മുടെ കാഞ്ഞിരപ്പള്ളിക്കാരായിരിക്കുന്ന ചില ചേട്ടന്മാരൊക്കെയാണ്, ചില ഇച്ചായന്മാരാണ് വന്നിട്ട് അത് തീ വെച്ച് നശിപ്പിക്കാൻ ശ്രമിച്ചത്. അന്ന് കേരളത്തിൻ്റെ മുഖ്യമന്ത്രി C. കേശവൻ എന്ന് പറയുന്ന കോൺഗ്രസ്സുകാരനാണ്. അയാളുടെ ഭാര്യയുടെ അച്ഛനാണ് CV കുഞ്ഞിരാമൻ. CV കുഞ്ഞിരാമൻ എന്ന് പറഞ്ഞാൽ കേരള കൗമുദിയുടെ പത്രാധിപരൊക്കെയായിരുന്നു. അതിൻ്റെ പ്രധാനപ്പെട്ട സംഘാടകനൊക്കെയാണ്. ഈ പറയുന്ന CV കുഞ്ഞിരാമൻ്റെ ജാമാതാവായിരിക്കുന്ന C. കേശവൻ എന്ന് പറയുന്ന കേരളത്തിൻ്റെ കോൺഗ്രസിൻ്റെ നേതാവായിരുന്ന ആള് അന്ന് പറഞ്ഞത് ഒരു ക്ഷേത്രം നശിച്ചാൽ അത്രയും അന്ധവിശ്വാസം നശിക്കുന്നുള്ളതാണ്.
പക്ഷെ എനിക്ക് അതിനകത്ത് മറ്റൊന്ന് പറയാനുള്ളത്, ഞാനൊക്കെ പഠിച്ചിട്ടുള്ള പാഠമുണ്ട് 1972 1972 സാമൂഹ്യ പാഠത്തിൽ 10ാം ക്ലാസ്സിൽ പഠിച്ചിരുന്ന പാഠത്തിൽ സി കേശവൻ വൈക്കം സത്യാഗ്രഹത്തിൻ്റെ ഉപജ്ഞാതാവാണ് എന്ന് പറഞ്ഞ് പഠിപ്പിച്ചിട്ടുണ്ട്. ഞാനത് പറഞ്ഞിട്ട് പരീക്ഷയ്ക്ക് എഴുതിയ ആളാണ്, എനിക്ക് മാർക്ക് കിട്ടിയിട്ടുണ്ട്. പക്ഷേ ചരിത്രം പഠിക്കുന്ന സമയത്താണ് മനസ്സിലാവുന്നത് വൈക്കം സത്യാഗ്രഹത്തെ ഒറ്റുകൊടുത്ത സഞ്ചാര സ്വാതന്ത്ര്യം ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് അവിടെയുള്ള ബ്രിട്ടീഷുകാർക്ക് ദാസ്യവേല ചെയ്ത ക്രൈസ്തവ പാതിരിമാർക്ക് അടിയറ വച്ചിട്ടുള്ള ആളുടെ പേരാണ് സി കേശവൻ. ഇത് ചരിത്രത്തിൻ്റെ ഭാഗമാണ്. ഞാൻ എൻ്റെ ഒരു പുസ്തകം തന്നെ അതിനെ കുറിച്ചിട്ട്, വൈക്കം സത്യാഗ്രഹം, ആ പുസ്തകത്തിനകത്ത് ഞാനത് പറഞ്ഞിട്ടുണ്ട്. സി കേശവൻ എന്ന് പറഞ്ഞാൽ ഈഴവ സമുദായത്തെ വഞ്ചിച്ച മനുഷ്യനാണ്. അയാൾ ശബരിമലയ്ക്കെതിരായിരുന്നു അക്കാലത്ത്, കോൺഗ്രസ്സുകാർ ശബരിമലയ്ക്കെതിരായിരുന്നു. അതേപോലെ തന്നെ അവർ തിരുപ്പുറംകുன்றത്തിന് അവരെതിരാണ്, അവിടെ കാർത്തിക ദീപം തെളിക്കുന്നതിനെതിരാണ്, അവിടെ പഴനിയിലെ മുരുകനവരെതിരാണ്. അവർ സിദ്ധാന്തിക്കുന്നത് പലപ്പോഴും ഭാരത വിരുദ്ധമായിരിക്കുന്ന പല കാര്യങ്ങൾക്കും പ്രാധാന്യം കൊടുക്കുക എന്നുള്ളതാണ് അവരുടെ പ്രധാനപ്പെട്ട ഉദ്ദേശം. ഈ ഉദ്ദേശത്തിൻ്റെ ഭാഗമായിട്ടാണ് 1923 മിനിമം കണക്ക് ഞാൻ പറഞ്ഞതാണ്. ആയിരക്കണക്കിന് വർഷങ്ങളുടെ പാരമ്പര്യമുള്ള തിരുപ്പുറംകുன்றത്തിലുള്ള അവിടെയുള്ള കാർത്തികേയ ക്ഷേത്രത്തിൻ്റെ ഭാഗത്തുള്ള കാർത്തിക ദീപം തെളിക്കുന്നതിന് എതിരായിക്കൊണ്ടുള്ള കോൺഗ്രസിൻ്റെ നടപടി, അതൊരു കോൺഗ്രസിനെ സംബന്ധിച്ച് ഭൂഷണമാണോ? ഇവിടുത്തെ കോൺഗ്രസ്സുകാർ വ്യക്തമാക്കേണ്ടതല്ലേ? ഈ പറയുന്ന പ്രിയങ്ക ഗാന്ധി എവിടുത്തെ MP ആണ്? അവർ ജയിച്ച ആരുടെ വോട്ട് കൊണ്ടാണ്? അവർ ജയിച്ച് കേവലം മുസ്ലിങ്ങളുടെ വോട്ട് കൊണ്ടാണോ? അല്ലെങ്കിൽ ക്രിസ്ത്യാനികളുടെ വോട്ട് കൊണ്ടാണോ? അവർ ജയിച്ച നാസ്തികന്മാരുടെ വോട്ട് കൊണ്ടാണോ? അവർ ജയിച്ചത് വയനാട്ടിലുള്ള ഭൂരിപക്ഷം വരുന്ന ഹൈന്ദവ ജനവിഭാഗത്തിൻ്റെ വോട്ട് കൊണ്ടാണ്? ക്ഷേത്രങ്ങളിൽ പോകുന്ന ആളുകളുടെ വോട്ട് കൊണ്ടാണ്? കാർത്തികേയനെ സ്മരിക്കുന്ന ഒരു വോട്ട് കൊണ്ടാണ്? ശിവനെ ആരാധിക്കുന്ന ഒരു വോട്ട് കൊണ്ടാണ്? അയ്യപ്പ ഭഗവാനെ വിശ്വസിക്കുന്ന ഒരു വോട്ട് കൊണ്ടാണ്? ഈ പറയുന്ന വോട്ട് കൊണ്ടൊക്കെ ജയിച്ചിട്ടുള്ള പ്രിയങ്ക ഗാന്ധി എന്ന് പറയുന്ന ആ സ്ത്രീ അവസാനം ചെയ്യുന്നത് ഈ പറയുന്ന DMK-കാരുടെ നാസ്തികന്മാരായിരിക്കുന്ന ചില ആളുകളുടെ, ഹൈന്ദവ വിരുദ്ധരായിരിക്കുന്ന ചില ആളുകളുടെ അവരുടെ വക്കാലത്തും എടുത്തുകൊണ്ട് സ്പീക്കറുടെ മുമ്പിലേക്ക് എത്തിച്ചേരാണ്. ഇത് DMK-യെ സംബന്ധിച്ച് വലിയ പുതുമയുള്ള കാര്യമൊന്നുമല്ല. കാരണം അവർ പ്രധാനമായിട്ട് പറയുന്നത് ഞങ്ങൾ ദ്രാവിഡ മുന്നേറ്റ കഴകം എന്നൊക്കെയാണ് പറയുക. എന്ത് മുന്നേറ്റ കഴകം എന്നുള്ളവർ ആർക്കറിയാം? പക്ഷേ ഏതാണെങ്കിലും ഒന്നുണ്ട്, അവരതിന് ഉപമുഖ്യമന്ത്രി കഴിഞ്ഞ ദിവസം ഞാനയാളുടെ പേര് ഞാൻ മറന്നുപോയി, സ്റ്റാലിൻ്റെ മകനാ, ഉദയനിധി സ്റ്റാലിൻ. അയാൾ പറഞ്ഞെന്താ വെച്ചിട്ടുണ്ടെങ്കിൽ സനാതനധർമ്മം നശിക്കണം എന്നാണ്. ഈ സനാതനധർമ്മം എന്താണെന്ന് അറിയാത്തവർക്ക് അതിനെ എല്ലാ തരത്തിലും വിമർശിക്കാനുള്ള അധികാരമുണ്ട്. വിവരക്കേടിൻ്റെ പര്യായമാണ് ഉദയനിധിമാരെന്ന് പറഞ്ഞാൽ. ആ തരത്തിൽപ്പെട്ട ആളുകളെ സംബന്ധിച്ച് അവർക്ക് തീർച്ചയായിട്ടും സനാതനധർമ്മത്തിനെതിരായിട്ട് പറയാൻ വേണ്ടി സാധിക്കും. കാരണം സനാതനധർമ്മത്തിനെ സംബന്ധിച്ചുള്ളത് അതൊരു മത സംവിധാനമല്ല, അതൊരു സംസ്കാരത്തിൻ്റെ ഭാഗമാണ്. ഈ സംസ്കാരത്തെ ഉദയനിധിമാരനെ എതിർക്കാനുള്ള എല്ലാ സാധ്യതയുണ്ട്. അയാൾ മാത്രമായിരിക്കില്ല, സ്റ്റാലിനെ എതിർക്കാനുള്ള സാധ്യതയുണ്ട്, സാക്ഷാൽ സ്റ്റാലിനെ അതിനെ എതിർക്കാനുള്ള സാധ്യതയുണ്ട്, ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റുകാരെ അതിനെ എതിർക്കാനുള്ള സാധ്യതയുണ്ട്. കാരണം അവരെ സംബന്ധിച്ചൊന്നും സംസ്കാരത്തെ അംഗീകരിക്കാൻ അവർക്ക് ഒരു കാലത്തും പറ്റിയിട്ടില്ല. അവരെക്കാലത്തും മതത്തിൻ്റെ കൂടെയാണ്, അവർ സെമിറ്റിക് സിദ്ധാന്തങ്ങളുടെ കൂടെയാണ്. ആ സെമിറ്റിക് സിദ്ധാന്തങ്ങൾ മുറുകെ പിടിച്ചുകൊണ്ട് ഇവിടെ ജീവിക്കുന്ന ഭൂരിപക്ഷം വരുന്ന ജനങ്ങൾക്കെതിരായിട്ടുള്ളൊരു സംവിധാനമാണ് ഈ പറയുന്ന കമ്മ്യൂണിസ്റ്റുകാരും കോൺഗ്രസ്സുകാരും, ഈ പറയുന്ന അണ്ണാ DMK എന്നൊക്കെ പറയുന്ന ഇതിലെല്ലാവരും സവിശേഷതയുള്ളത്. ഇതൊക്കെ ഒരു മക്കൾ രാഷ്ട്രീയത്തിൻ്റെ ഭാഗം മാത്രമാണ്. നമ്മളൊന്ന് ആലോചിച്ച് നോക്കുക, ഇന്ത്യ മുന്നണി എന്ന് പറയുന്ന മുന്നണിക്കകത്ത് മക്കൾ രാഷ്ട്രീയമല്ലാത്ത ഏതെങ്കിലും പ്രസ്ഥാനത്തിൻ്റെ പേര് വരുന്നത് കാണിച്ചു തരട്ടെ. ഏതെങ്കിലും പ്രസ്ഥാനം, അത് കോൺഗ്രസ് ആയാലും കൊള്ളാം. യാതൊരു കഴിവുമില്ലാത്ത രാഹുൽ ഗാന്ധിയെ കോൺഗ്രസിൻ്റെ നേതാവാക്കി വയ്ക്കാനുള്ള ഏക കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അയാൾ നെഹ്റു കുടുംബത്തിന് താഴെപ്പെട്ട ആളാണ്. അയാൾക്ക് വേറെ എന്താ പാരമ്പര്യമുള്ളത്? അയാൾ എത്ര പോസ്റ്റ് കോൺഗ്രസ്സിൽ വഹിച്ചിട്ടുണ്ട്? അയാൾ ആദ്യമായത് ജനറൽ സെക്രട്ടറി ആയിട്ടാണ്. അയാൾ മാത്രമല്ലല്ലോ, അയാളുടെ അച്ഛനായിരിക്കുന്ന രാജീവ് ഗാന്ധി ഉണ്ട്, അയാളെയൊക്കെ പോസ്റ്റാണ് വഹിച്ചിട്ടുള്ളത്. അയാൾ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാവുന്നതിന് മുമ്പായിട്ട് അയാളുടെ കോൺഗ്രസിൻ്റെ പോസ്റ്റ് എന്തായിരുന്നു? അത് മാത്രമല്ല, അയാളുടെ അമ്മയുണ്ട് ഇന്ദിരാഗാന്ധി, അവരെത്ര പോസ്റ്റ് വഹിച്ചിട്ടുണ്ട് കോൺഗ്രസ്സിൽ? അവർ 2 കേന്ദ്ര മന്ത്രിസഭയിൽ 2 മന്ത്രിസ്ഥാനം വഹിച്ചിരുന്നു. ഒന്ന് കേന്ദ്രത്തിൻ്റെ വാർത്താ വിതരണ പ്രക്ഷേപണ വകുപ്പ് മന്ത്രിയായിരുന്നു അവർ, പിന്നെ അവർ പ്രധാനമന്ത്രിയായി. അതേപോലെ തന്നെ അവർ കോൺഗ്രസിൻ്റെ ജനറൽ സെക്രട്ടറി ഒറ്റ വർഷമായി. പിന്നെ അവർ 6 കൊല്ലത്തോളം കോൺഗ്രസിൻ്റെ ഓൾ ഇന്ത്യ അധ്യക്ഷയായിട്ട് വന്നു. അപ്പം ഇതെല്ലാം കാണിക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ മക്കൾ രാഷ്ട്രീയത്തിൽ വിശ്വസിക്കുന്ന ആളുകൾ സ്വന്തം മതവിഭാഗമോ അതൊന്നും അവരുടെ വിഷയമല്ല. അവരെ സംബന്ധിച്ച് അധികാര കസേര ഉറപ്പിക്കാൻ വേണ്ടിയിട്ട് ഇവിടുത്തെ ഭൂരിപക്ഷം വരുന്ന ജനവിഭാഗങ്ങളെ അവരെ തെരുവിലിറക്കാനായിട്ടുള്ള ബോധപൂർവമായിട്ടുള്ള പരിശ്രമമാണ്. പക്ഷേ ഏതാണെങ്കിലും ഒന്ന് വ്യക്തമാണ്, ഹൈന്ദവ ജനത ഒരു പഴയ കാലത്തെ ഹൈന്ദവ ജനതയല്ല. അവർ വിവരവും ഇത്തരം കാര്യങ്ങളെ സംബന്ധിച്ച് വിവേകമുള്ളവരാണ്, അവർ വിഷയങ്ങളെ പഠിക്കുന്നവരാണ്, അവർക്ക് കാര്യങ്ങൾ പറഞ്ഞാൽ മനസ്സിലാകും. അതുകൊണ്ട് ഈ പറയുന്ന കളിക്ക് ഏറെക്കാലത്ത് സ്കോപ്പൊന്നുമില്ല, ഒരു സാധ്യതയുമില്ല. ഹൈന്ദവർ ഇതിനെതിരെ പ്രതികരിക്കുമെന്നും കാണുന്നില്ലല്ലോ. അതിൻ്റെ ആവശ്യമില്ല.
കാരണം പ്രതികരിക്കുക എന്നൊക്കെ പറഞ്ഞാൽ റോട്ടിലിറങ്ങി ബഹളം കൂട്ടലല്ല പ്രതികരണം. പ്രതികരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ യഥാസമയത്ത് രീതിയിൽ വേണ്ട രീതിയിൽ വിഷയങ്ങൾ അവതരിപ്പിക്കാൻ സാധിക്കുക എന്നുള്ളതാണ്. അതിന്ന് ഹൈന്ദവ ജനതയെ സംബന്ധിച്ച് സാധിക്കും. അതിൻ്റെ വലിയൊരു തെളിവാണല്ലോ ഇന്നിപ്പോൾ നടക്കുന്നത്. ഏകദേശം 500-ൽ പരം വർഷങ്ങളുടെ പാരമ്പര്യമുള്ള വിവാദ മന്ദിരത്തിൻ്റെ, അയോധ്യയിലെ വിവാദ മന്ദിരത്തിൻ്റെ സ്ഥാനത്ത് സാക്ഷാൽ ശ്രീരാമചന്ദ്ര ഭഗവാന്റെ ഏറ്റവും അഭിമാനാർഹമായിരിക്കുന്ന സ്മാരകം നിർമ്മിക്കാൻ ഹൈന്ദവ ജനതയ്ക്ക് സാധിച്ചിട്ടുണ്ടെങ്കിൽ ഹിന്ദുവിൻ്റെ ആത്മാഭിമാനത്തിൻ്റെ വലിയ ലക്ഷണമാണത്. ഇത് തന്നെയാണ് കാർത്തിക ദീപത്തിന് കാണാൻ വേണ്ടി പോകുന്നത്. അവിടെ വലിയ ബഹളത്തിൻ്റെ ഒന്നും ആവശ്യമില്ല. അത് കോടതി വിധിയാണെങ്കിൽ ആ കോടതി ഇവർ അംഗീകരിക്കാൻ തയ്യാറുണ്ടോ എന്നുള്ളതാണ് പ്രശ്നം. ഇവർ ബാക്കി എല്ലാ കാര്യത്തിലും കോടതിയെ കുറിച്ചിട്ട് പറയും കോടതി വിധി അംഗീകരിക്കണം, അത് ഭയങ്കര വലുതാണ്, ഞങ്ങൾക്ക് നിയമത്തെ വിശ്വസിക്കുന്നവരാണ്, ഒക്കെ ശരിയാണ്. അങ്ങനെയാണെങ്കിൽ ഇവർ ഇവിടെ അനുസരിക്കണമല്ലോ. അവർ തമിഴ്നാട്ടിലും കോടതി വിധിയെ അനുസരിക്കണം. അങ്ങനെ കോടതി വിധിയെ അനുസരിക്കാൻ തയ്യാറില്ലാത്തവർ, ഇന്ത്യൻ ജനാധിപത്യത്തെ അംഗീകരിക്കാൻ തയ്യാറില്ലാത്തവർ ഹൈന്ദവ ജനതയെ നശിപ്പിക്കാനുള്ള ഒരു ബോധപൂർവമായിട്ടുള്ള പരിശ്രമത്തിലാണ്. ആ പരിശ്രമത്തിന് ശക്തമായിട്ടുള്ള തിരിച്ചടി ഹൈന്ദവ ജനങ്ങളിൽ നിന്ന് കിട്ടുമെന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം.